ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജരംഗി സേന, ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ അതിന് BJPക്ക് എന്താ കാര്യം? BJPക്കല്ലല്ലോ ഇതിൽ ചുമതല, BJPക്കാരല്ലല്ലോ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ആക്രമണം നടത്തി. കോൺഗ്രസ്സുകാർ ആക്രമണം നടത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം BJPയുടെ തലയിൽ എന്ന് മുതലാണ് കെട്ടിവെക്കാൻ തുടങ്ങിയത്? എൻ്റെ പ്രതികരണം ഇതാണ്. എനിക്ക് ഏത് കേന്ദ്രമന്ത്രിയോട് ആര് ചോദിച്ചു, എന്ത് ചോദിച്ചു എനിക്കറിയില്ല. ഞാൻ എൻ്റെ പ്രതികരണം പറഞ്ഞല്ലോ. അല്ലെന്നേ, ഞാനിതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചത് ജബൽപൂരിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണിത്. മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അത് എനിക്കറിയില്ലല്ലോ. എനിക്കത് അറിയേയില്ല സംഭവം. ഏത് അദ്ദേഹം ഞാൻ കണ്ടില്ല. എന്താ അദ്ദേഹം പ്രതികരിച്ചതെന്നൊക്കെ നിങ്ങളോടാണോ? ഇവിടെയാണ്, തിരുവനന്തപുരത്താണ്, കൊച്ചിയിലാണ്. ആ കൊച്ചിയിലുള്ള ആൾക്കാർക്ക് കഴിവുണ്ടല്ലോ, അവർ ചോദിക്കുമല്ലോ. ആ അതെ. അതെയോ? അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അത് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കില്ല. സുരേഷ് ഗോപി അങ്ങനെ മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്. സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല. മാധ്യമപ്രവർത്തകരോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ്, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ കാണാതെ പോകുന്നതല്ല. ഞാൻ കാണുന്നത് അദ്ദേഹം ഏറ്റവും സൗഹൃദത്തോടു കൂടി പെരുമാറുന്നതാണ് ഞാൻ കാണുന്നത്. ഈ പക്വത എന്നൊക്കെ പറഞ്ഞാൽ ആരാ തീരുമാനിക്കുന്നതെന്ന്? എന്താ പക്വത, എന്താ അപക്വം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രചരണത്തിൽ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. ദേശാഭിമാനിയും കൈരളിയും നടത്തിക്കോട്ടെ. കാരണം ദേശാഭിമാനിയും കൈരളിയും നടത്തുന്നതിനെ എല്ലാ മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് കൂട്ടു നിൽക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ, കാരണം അത് പാർട്ടി പത്രമായതുകൊണ്ടും അല്ലല്ല, ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞുതരാം, വളരെ വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞുതരാം. മിനിയാന്ന് NDA മീറ്റിംഗ് നടന്നു. NDA മീറ്റിംഗ് നടന്നതിൽ കെ സുരേന്ദ്രൻ പങ്കെടുക്കാത്തതിൻ്റെ കാരണം സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു. അവിടെ ദേശാഭിമാനി കണ്ടത് കെ സുരേന്ദ്രൻ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് വേണ്ടി പോയി, പക്ഷെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. തിരുവനന്തപുരത്ത് നടന്നത് അറിയാത്ത, അപ്പോൾ അങ്ങനെയുള്ള പത്രങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടി വരും. അത് മാധ്യമ താല്പര്യമല്ല, സങ്കുചിത പാർട്ടി താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണത് പറയുന്നത്. അതല്ല എന്ന് പറഞ്ഞാൽ അതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പോട്ടെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതല്ലല്ലോ. എനിക്ക് പറയാനുള്ള രണ്ട് വിഷയം, ഒന്ന് മുനമ്പത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. പലസ്തീനിലെ ദുഃഖം കാണുന്നവർ മുനമ്പത്തെ ദുഃഖം എന്തുകൊണ്ട് കാണുന്നില്ല? രണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങേയറ്റത്തെ കാട്ടുകള്ളനാണ് എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ, അദ്ദേഹത്തിൻ്റെ മകൾ ജയിലിൽ പോകുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടാകാതിരിക്കാൻ അദ്ദേഹം രാജിവെച്ച് പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം, ജനങ്ങളുടെ താല്പര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യം നമുക്ക് മെല്ലെ അന്വേഷിച്ചിട്ട് ചെയ്യാം. ആ ഇതാണ് ഞാൻ പറഞ്ഞത് ദേശാഭിമാനിയുടെയും കൈരളിയുടെയും പ്രശ്നം. നിങ്ങളിപ്പം ഞാൻ കണ്ടത് ഒരു ചാനലിൽ എമ്പുരാൻ വിഷയം വരുന്നതിന് മുമ്പ് അയച്ച നോട്ടീസാണ് പൃഥ്വിരാജിൻ്റെ എന്നാണ്. കൈരളി പറയുമ്പോൾ എന്താ പറയുക? എമ്പുരാൻ വന്നതിന് ശേഷം നോട്ടീസ് അല്ലെന്ന്. നിങ്ങൾ ഇന്നത്തെ ഈ ചാനലുകളിൽ കണ്ട് വാർത്ത മുഴുവൻ നോക്ക്. അതുകൊണ്ടെന്താ? അല്ല, നേരത്തെയും കേന്ദ്ര ഏജൻസികൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതാണ്. ഒട്ടും സംശയിക്കണ്ട.
കേന്ദ്ര ഏജൻസികൾ ശരിയായിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. പേടിക്കണ്ട, രാജ്യത്തെല്ലാം ഭദ്രമാണ്. നിങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും രാജ്യത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. എന്നിട്ടാണ് ഇത്രയും ചോദ്യം ചോദിക്കുന്നത്. അല്ലെന്നേ, രാജ്യത്ത് അടിയന്തരാവസ്ഥയാണ്, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. ഇത് കോൺഗ്രസ്സുകാർ പാർലമെന്റ് പറയും. പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം, അമിത്ഷാജി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുമ്പോൾ പിന്നെ ഇങ്ങനെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. പണ്ടാണെങ്കിൽ ഇത് പറഞ്ഞ അടുത്ത നിമിഷം അകത്തല്ലേ. പണ്ട് ഇത് പറയുന്ന ആൾക്കാരകത്തായിരുന്നു. ഇപ്പൊ പുറത്ത് നടക്കുന്നുണ്ട്. ഞാനിപ്പോ പത്രസമ്മേളനം ഇന്നത്തെ പരിപാടികൾ പ്ലാൻ ചെയ്തു. നാളെ